കോൺഗ്രസിനെ മറികടന്ന് സർക്കാർ രൂപീകരിക്കാനാണ് ബി.ജെ.പിയുടെ നീക്കം. പ്രതിപക്ഷ നേതാവ് ജയറാം ഠാക്കൂർ രാജ്ഭവനിലെത്തി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി. അതേസമയം ബി.ജെ.പിയുടെ 14 എം.എൽ.എമാരെ സ്പീക്കർ സസ്പെൻഡ് ചെയ്തു. ധനബില്ലിൽ വോട്ടിംഗ് ആവശ്യപ്പെട്ട എം.എൽ.എമാർക്കാണ് സസ്പെൻഷൻ. നോബിൾ മാരിക്കാരൻ നൽകും കൂടുതൽ വിവരങ്ങൾ. നോബിൾ മാരിക്കാരൻ, കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് ഒട്ടും പ്രതീക്ഷിക്കാത്ത നാടകീയ നീക്കങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കൂടാരത്തിനുള്ളിൽ തന്നെ ഒരു തിരയിളക്കം ഉണ്ടാക്കുന്നു. രാജ്യസഭാ സീറ്റിലേക്കുള്ള വോട്ടെടുപ്പ് നടക്കുമ്പോൾ അഭിഷേക് മനു സിംഗ്വി പരാജയപ്പെടുന്ന നാടകീയ നീക്കം അവിടെ കാണുന്നു. അതിനുശേഷം ഇപ്പോൾ സർക്കാരിനെ തന്നെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള നീക്കം, അത് മന്ത്രിയെ മുൻനിർത്തി നടത്തുന്നതിന് പിന്നിൽ ബി.ജെ.പി ആണോ അതോ ആനന്ദ് ശർമ്മയുടെ വിഭാഗമാണോ? സുജിയ, കോൺഗ്രസിന് പാളയത്തിൽ പട തന്നെയാണ് ഇപ്പോൾ തിരിച്ചടിയാകുന്നത്. പ്രധാനമായും മന്ത്രി വിക്രമാദിത്യ സിംഗ്, മുൻ മുഖ്യമന്ത്രിയുടെ മകൻ കൂടിയാണ് അദ്ദേഹം ഇന്നിപ്പോൾ മന്ത്രിസ്ഥാനം രാജിവെച്ചിരിക്കുന്നു. അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെക്കുമ്പോൾ പ്രധാനമായും സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് രാജിവെച്ചിരിക്കുന്നത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു വർഷക്കാലം എം.എൽ.എമാരുടെ സ്വരങ്ങൾ കൃത്യമായി കേട്ടില്ല. അതോടൊപ്പം തന്നെ എം.എൽ.എമാരെ അടിച്ചമർത്തുന്ന നിലപാടാണ് സർക്കാരും മുഖ്യമന്ത്രിയും സ്വീകരിച്ചത് എന്നടക്കമുള്ള വിമർശനങ്ങളാണ് വിക്രമാദിത്യ സിംഗ് ഇപ്പോൾ എന്താണെങ്കിലും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. വീരഭദ്ര സിംഗിന്റെ മകൻ കൂടിയാണ് അദ്ദേഹം. നിലവിലത്തെ സംസ്ഥാന അധ്യക്ഷ പ്രതിഭാ സിംഗിന്റെയും മകനാണ്. എന്താണെങ്കിലും കടുത്ത പ്രതിഷേധമാണ് കോൺഗ്രസ് എം.എൽ.എമാരുടെ ഭാഗത്തുനിന്ന് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖുവിന് എതിരെ ഉയർന്നത്. പ്രധാനമായും മുഖ്യമന്ത്രിയെ മാറ്റണം എന്ന ആവശ്യം വിമത എം.എൽ.എമാർ, ഭൂരിഭാഗം എം.എൽ.എമാരും ഈ ആവശ്യം ഹൈക്കമാൻഡിനോട് ഉന്നയിച്ചിരിക്കുന്നു എന്നാണ് അറിയുന്നത്. പ്രധാനമായും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇപ്പോൾ അവർ നിർദ്ദേശിക്കാൻ പോകുന്നത് വിക്രമാദിത്യ സിംഗിന്റെ പേരാണ് എന്നും അറിയാൻ കഴിയുന്നു. വിക്രമാദിത്യ സിംഗിനെ മുഖ്യമന്ത്രി ആക്കിക്കൊണ്ട് പുഷ്പരിഹാരത്തിലേക്ക് എത്തണം എന്ന ആവശ്യമായിരിക്കും അവർ ഹൈക്കമാൻഡിന് മുന്നിൽ വെക്കാൻ പോകുന്നത്. ഹൈക്കമാൻഡ് എന്താണെങ്കിലും ഈ വിഷയത്തിൽ കൂടിയാലോചനകൾ ഈ ഘട്ടത്തിൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. വിമത എം.എൽ.എമാർ പ്രിയങ്ക ഗാന്ധിയുമായി ആശയവിനിമയം നടത്തി എന്ന റിപ്പോർട്ടുകളും ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നു. വിമത എം.എൽ.എമാർ പ്രിയങ്ക ഗാന്ധിയുമായി ഇതുമായി ബന്ധപ്പെട്ട അവരുടെ ആവശ്യങ്ങൾ ഉൾപ്പെടെ ഇതിനോടകം തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. അത് പ്രിയങ്ക ഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെ അറിയിച്ചിട്ടുണ്ട് എന്ന വിവരവും പുറത്തേക്ക് വരുന്നു. ഭൂപീന്ദർ സിംഗ് ഹൂഡ, അതോടൊപ്പം തന്നെ ഡി.കെ. ശിവകുമാർ എന്നിവരെ സംസ്ഥാനത്തേക്ക് കോൺഗ്രസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി വലിയ പ്രതിസന്ധിയിലാണ് കോൺഗ്രസ് ഉള്ളത്. ഒരു വശത്ത് ബി.ജെ.പി സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കങ്ങൾ, അതിന്റെ ആദ്യഘട്ട നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. അതിന്റെ ഭാഗമായി രാവിലെ പ്രതിപക്ഷ നേതാവ് ജയറാം ഠാക്കൂറിന്റെ നേതൃത്വത്തിൽ അവർ ഗവർണറെ കാണുകയും സർക്കാരിന്റെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു. അതിനു പിന്നാലെയാണ് മറ്റൊരു നീക്കം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഇന്നിപ്പോൾ ഉണ്ടായത്. അതായത് ബജറ്റ് സമ്മേളനം വരാൻ പോവുകയാണ്. ബജറ്റ് സമ്മേളനം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ബി.ജെ.പി ഈ ഘട്ടത്തിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമെന്ന് കോൺഗ്രസിന് ഏറെക്കുറെ ഉറപ്പാണ്. ആ ഘട്ടത്തിൽ 14 ബി.ജെ.പി എം.എൽ.എമാരെ, അതായത് പ്രതിപക്ഷ നേതാവ് ജയറാം ഠാക്കൂർ അടക്കം 14 ബി.ജെ.പി എം.എൽ.എമാരെ ഇപ്പോൾ സ്പീക്കർ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഈ ബജറ്റ്, അതായത് ധനബില്ലിൽ വോട്ടിംഗ് ആവശ്യപ്പെട്ടു എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ സസ്പെൻഷൻ. കഴിഞ്ഞ ദിവസം രാജ്യസഭയിലേക്ക് വിജയിച്ച ഹർഷ് മഹാജന്റെ പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. ഹർഷ് മഹാജൻ പറയുന്നത് ബി.ജെ.പിക്ക് അവിടെ സർക്കാർ രൂപീകരിക്കാൻ കഴിയും, ബി.ജെ.പി വിൽ ഫോം ദ ഗവൺമെന്റ് ഹിയർ എന്നാണ് ഹർഷ് മഹാജൻ, ഹിമാചലിലെ ഏക സീറ്റിൽ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഹർഷ് മഹാജൻ ഇപ്പോൾ പറയുന്നത്. ഒപ്പം 15 ബി.ജെ.പി എം.എൽ.എമാരെ സസ്പെൻഡ് ചെയ്തത് അത് സർക്കാർ താഴെ വീഴാതിരിക്കാനായിട്ടുള്ള ഒരു ഡിലേ ടാക്ടിക്സ് ആണ്, വൈകിപ്പിക്കാനുള്ള ഒരു തന്ത്രം എന്നാണ് ഹർഷ് മഹാജൻ അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ബി.ജെ.പി ഒരു ഭാഗത്തുകൂടി എന്താണോ അവിടെ ചെയ്യേണ്ടത് കാര്യങ്ങളെല്ലാം ഉറപ്പിച്ചു വെച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ കൃത്യം എം.എൽ.എമാരുടെ എണ്ണം ഉറപ്പാക്കുക, അതുമാത്രമായിരിക്കുമല്ലോ ഇനിയുള്ള മണിക്കൂറുകളിൽ നടക്കാൻ പോകുക. ആനന്ദ് ശർമ്മ അടക്കമുള്ള ആളുകൾ ബി.ജെ.പിക്ക് ഒപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം അവിടെയുണ്ടോ? വിക്രമാദിത്യയെ മുൻനിർത്തിക്കൊണ്ടുള്ള അങ്ങനെ ഒരു നീക്കവും മറുപാളയത്തിൽ നടക്കുന്നുണ്ടോ നോബിൾ? സുജയ, നമ്മൾ പറഞ്ഞു വന്നത് അതിലേക്ക് തന്നെയാണ്. കാരണം കോൺഗ്രസിന് ഇപ്പോൾ ആവശ്യം നിലവിലത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കുറച്ച് സമയമാണ്. പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് സർക്കാർ നിലനിർത്താൻ കഴിയും എന്ന പ്രതീക്ഷ ഹൈക്കമാൻഡിനുമുണ്ട്. കാരണം അതിൻ്റെ ഒരു സൂചന, അതായത് തങ്ങളെ വെറുപ്പിച്ചു കഴിഞ്ഞാൽ തങ്ങൾ സർക്കാർ താഴെയിടുമെന്ന സൂചനയാണ് ഇന്നലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിലൂടെ വിക്രമാദിത്യ സിംഗും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ അനുയായികളും നടത്തിയത് എന്ന വിലയിരുത്തൽ തന്നെയാണ് കോൺഗ്രസിന് ഉള്ളത്. അതുകൊണ്ട് എത്രയും വേഗം ഈ പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിക്കാൻ കഴിയും. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ മാറ്റുകയാണെങ്കിൽ ആ തരത്തിൽ അത് പരിഹരിക്കാൻ കഴിയും എന്ന പ്രതീക്ഷ കോൺഗ്രസ് ക്യാമ്പിനുണ്ട്. പക്ഷേ അതിന് സമയം ആവശ്യമാണ്. ആ സമയം നിലവിലത്തെ സാഹചര്യപ്രകാരം പഞ്ച്കുളയിൽ ഉണ്ടായിരുന്ന എം.എൽ.എമാർ ഉൾപ്പെടെ ഷിംലയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവരുമായി കൂടുതൽ ആശയവിനിമയം നടത്തിക്കൊണ്ട് പ്രശ്നപരിഹാരം ഉണ്ടാക്കാനാണ് കോൺഗ്രസും അതോടൊപ്പം ഹൈക്കമാൻഡും തീരുമാനിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള സമയമാണ് ഇപ്പോൾ ഈ 14 എം.എൽ.എമാരുടെ സസ്പെൻഷനിലൂടെ കോൺഗ്രസ് കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. എം.എൽ.എമാർ എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയാണ് ഉള്ളത്. ആ സമയം കൊണ്ട് നിലവിലത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും എന്ന പ്രതീക്ഷ ഹൈക്കമാൻഡിനും ഉണ്ട്. എന്താണെങ്കിലും ഡി.കെ. ശിവകുമാർ അടക്കമുള്ളവർ കോൺഗ്രസ് എം.എൽ.എമാരുമായി ചർച്ചകൾ നടത്തിക്കൊണ്ട് സർക്കാരിനെ നിലനിർത്താൻ വേണ്ട നടപടികൾ സ്വീകരിക്കും. നേരത്തെ നമ്മൾ
രാജസ്ഥാനിൽ കണ്ട അതേ ഒരു രീതി തന്നെ ഹിമാചൽ പ്രദേശിൽ ഉണ്ടാകും. പ്രത്യേകിച്ച് രാജസ്ഥാനിൽ നമുക്കറിയാം അശോക് ഗെഹ്ലോട്ട്, സച്ചിൻ പൈലറ്റ് സമാനമായ രീതിയിൽ തന്നെ വലിയ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ഹരിയാനയിലേക്ക് MLA മാർ മാറുകയും പിന്നീട് പ്രശ്നം പരിഹരിച്ച് തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്തത്. അതേ ഒരു ഫോർമുല തന്നെ കോൺഗ്രസ് ഇവിടെ ഉണ്ടാക്കും. പക്ഷേ മുഖ്യമന്ത്രിയെ മാറ്റാനുള്ള സാധ്യത ഇവിടെ ഉണ്ട് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണെങ്കിൽ മുൻ മുഖ്യമന്ത്രി വീരഭദ്ര സിംഗിന്റെ മകൻ വിക്രമാദിത്യ സിംഗ് മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് കോൺഗ്രസ് അവിടെ ഒരു അഴിച്ചുപണിയായിരിക്കും നടത്തുക എന്നാണ് നമുക്ക് ഇപ്പോൾ വിവരം ലഭിക്കുന്നത്. ഏതാണെങ്കിലും കോൺഗ്രസ് MLA മാർ പൂർണ്ണമായും BJP-യിലേക്ക് പോയിട്ടില്ല. അവർ വോട്ട് ചെയ്ത് BJP-യെ പിന്തുണച്ചെങ്കിൽ പോലും സർക്കാരിനെ പൂർണ്ണമായും വീഴിക്കാനുള്ള നിലപാടിലേക്ക് അവർ ഈ ഘട്ടത്തിലും പോയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ MLA-മാർ ഹരിയാനയിലേക്ക് പോവുകയും അതിനുശേഷം ഇപ്പോൾ മടങ്ങിയെത്തുകയും അതിന്റെ ഭാഗമായി വിക്രമാദിത്യ സിംഗ് ഇപ്പോൾ മന്ത്രിസ്ഥാനം രാജിവെച്ച് പുറത്തു പോവുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇനിയിപ്പോൾ ചർച്ചകൾ നടത്തിക്കൊണ്ട് കോൺഗ്രസ് ഈ പ്രശ്നപരിഹാരത്തിലേക്ക് പോകും. അതേസമയം BJP കൃത്യമായ ടാക്ടിക്കിൽ തന്നെയാണ് ഉള്ളത്. അവർ ഇതിനോടകം തന്നെ അതിവേഗ നടപടികൾ മുന്നോട്ട് നീക്കുന്ന ഒരു നടപടി ഇന്നിപ്പോൾ നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് രാവിലെ തന്നെ ഗവർണറെ കണ്ടുകൊണ്ട് ജയറാം ഠാക്കൂർ സർക്കാരിന് ഭൂരിപക്ഷം ഇല്ല എന്ന് വ്യക്തമാക്കുന്നു. അതിന് പിന്നാലെ MLA-മാർ ഉൾപ്പെടെയുള്ളവർ പ്രതികരണം നൽകുന്നു. എത്രയും വേഗം സർക്കാർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നു, അല്ലെങ്കിൽ വിശ്വാസ വോട്ട് തേടണമെന്ന് ആവശ്യപ്പെടുന്നു. എന്താണെങ്കിലും BJP ഒരു വശത്ത് എല്ലാ കരുക്കളും നീക്കി കാത്തിരിക്കുകയാണ്. പക്ഷേ കോൺഗ്രസ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സമയമാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ 14 MLA-മാരെ പുറത്തായിക്കൊണ്ടുള്ള നടപടി കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, നോബൽ മാരിക്കാരൻ, കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. ജയറാം ഠാക്കൂറിന്റെയൊക്കെ അടുത്ത നീക്കം എന്താണ് എന്നതിലൊക്കെയാണ് ഇനിയുള്ള പ്രതികരണങ്ങളിലൂടെ വ്യക്തത വരേണ്ടത്. സർക്കാരിനെ അട്ടിമറിക്കുക, ഭരണം പിടിക്കുക എന്ന ലക്ഷ്യമാണ് മുന്നിലുള്ളതെന്ന് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആൾ തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമാണ് ഹിമാചലിൽ നമ്മൾ കാണുന്നത്.